ബ്രേക്ക്ഫാസ്റ്റിന് ഏറ്റവും എളുപ്പത്തിൽ ഒരു ഗോതമ്പ് ദോശ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് റവയാണ്. അപ്പോൾ ഒരു 1/2 കപ്പിനടുത്ത് റവ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മിക്സിയിൽ നല്ല പോലെ ഒന്ന് അരച്ചെടുത്ത് വേറൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് അത്യാവശ്യം നല്ലൊരു തിക്കായിട്ടാണ് കേട്ടോ നമ്മളെ ബാറ്റർ ഉള്ളത്. അപ്പോൾ നമ്മുടെ ആ ഒരു മിക്സി ജാറിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ നമ്മുടെ ഈ ഒരു ബാറ്ററിലേക്ക് തന്നെ ഒന്ന് തിരിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഒരുപാട് ടൈമൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരു 5-10 മിനിറ്റ് വെച്ചാൽ മതി. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരല്പം ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്കിതിനെ ചുട്ടെടുക്കാം. അപ്പോൾ ചൂടായ പാനിലേക്ക് നമ്മുടെ ദോശ ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ചുറ്റിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് ചൂടായിട്ടുള്ള പാനിലേക്ക് ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ, അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ചുറ്റിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതാ ഇതുപോലെ തന്നെ നല്ല രീതിയിൽ കുക്കായി കിട്ടിയിട്ടുണ്ട്. കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇത് കുക്കായി കിട്ടും കേട്ടോ. അപ്പോൾ ബാക്കിയെല്ലാം ഞാൻ സെയിം രീതിയിൽ തന്നെ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് ഇത്, കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒട്ടും തന്നെ ഒട്ടലൊന്നും ഇല്ലാതെ നല്ല ഒരു രീതിയിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു ദോശ ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇഷ്ടമുള്ള കറിയുടെ കൂടെ ഇത് സെർവ് ചെയ്യാം. അപ്പോൾ തേങ്ങ അരച്ച കറികളേക്കാളും ഇതുപോലെ മസാല ചേർത്തുള്ള കറികളാണ് ഈ ഒരു ദോശയുടെ കൂടെ കഴിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിപ്പോൾ അവിടെ ചിക്കൻ കറിയാണ് കേട്ടോ അതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.